ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നോമ്പൊക്കെ എവിടെ എത്തി? എല്ലാവർക്കും റാഹത്തായിട്ട് പോകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളതും അൽഹംദുലില്ലാ. വീടൊക്കെ മാറി ഒരു തിരക്കിലായിരുന്നുന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊക്കെ വളരെ കുറവ്. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ വെച്ച് നടത്തിയ ഒരു ഇഫ്താർ പാർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ട്ടോ. ഒരുപാട് റെസിപ്പികളുണ്ട്. എല്ലാവർക്കും ഇഷ്ടാവും. അല്ലാണ്ട് ഇഫ്താർ പാർട്ടി ഇങ്ങളെ കാണിക്കുക എന്നുള്ളതല്ല നമ്മളെ ഉദ്ദേശം. നമുക്ക് കുറച്ച് റെസിപ്പികൾ കുറേ ആൾക്കാർക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ ഒരു മുട്ട പപ്സ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ചായക്കടിയായിട്ട്. അപ്പോൾ അതിനുള്ള ഒരു ഫില്ലിംഗ് ആണ് കാണിക്കുന്നത് ട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം ഉള്ളി അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ടാണ്. അതുപോലെ കുറച്ച് പച്ചമുളക് 2, 3 പച്ചമുളക് മതി. കുറച്ച് ഓയിലും. ഇപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ മതിയാവും ട്ടോ. അതിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ അതൊന്ന് ചൂടാകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ട്ടോ. പിന്നെ അതാ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി പോകാൻ പാടില്ല. അത്രയും മതിയേ. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരു ഉള്ളി അങ്ങനെ ഒരുപാട് വഴന്ന് കുഴഞ്ഞൊന്നും വരണ്ട. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ട്ടോ. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ ഒന്ന് വാടിയെന്ന് കണ്ട് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിച്ചപ്പ് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതാക്കി മുറിച്ചിട്ട് അതിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇത്രയും മതി ട്ടോ. ഇങ്ങനെ വാടിയാൽ മതി. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ടത് മീറ്റ് മസാല പൗഡറാണ് കേട്ടത്. മീറ്റ് മസാല എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ട്ടോ. നമ്മളെ പൊടികളൊക്കെ ഒന്ന് വാടി വരണം. ചെറുതായിട്ടൊന്ന് വാടി ഒരു മണം വരും. ആ ഒരു മണം വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇതാണ് നമ്മളെ മുട്ട പപ്സിനുള്ള ഫില്ലിംഗ് ട്ടോ. ഇതിലേക്ക് ഇനി പുഴുങ്ങിയ മുട്ടയും കൂടാണ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പപ്സിൻ്റെ ഷീറ്റ് റെഡിമെയ്ഡ് ഷീറ്റിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കുക. ഇതാണ് ഫില്ലിംഗ്. അപ്പോൾ അതവിടെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്നാക്ക് എന്ന് പറയുന്നത് ഒരു ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് ട്ടോ. അതിൻ്റെ ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തലേന്ന് രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ട്ടോ. ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഇനി ഒന്ന് പൊരിച്ചെടുക്കണം ട്ടോ. തലേന്ന് തന്നെ അത് റെഡിയാക്കി വെക്കുക. ചെറിയ പീസായിട്ട് മുറിക്കണേ. എന്നാലാണ് പെട്ടെന്ന് വെന്ത് വരുള്ളൂ. നമ്മൾ ഷവർമ്മക്കൊക്കെ ചെയ്യണില്ലേ അതുപോലാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഷവർമ്മയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒന്നുകൂടെ ഒന്ന് മസാല പിടിച്ചോളും. എന്നിട്ട് ഇതാ ഈ ഓയിൽ കിടന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം വറ്റുന്ന വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ അയിന്ന് വെള്ളം ഇറങ്ങി വന്ന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം അത് ഇതാ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ഷോർട്ടാക്കി കാണിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒന്ന് മൊരിഞ്ഞിണ്. അപ്പോൾ ആ ഒരു എണ്ണയിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയാൻ തുടങ്ങിയാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ചിക്കനിലേക്ക് വേണ്ടി അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ കാബേജാണ് കേട്ടോ. കാബേജിനൊന്നും അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അളവ് കറക്റ്റ് ഇത് കാണിക്കാത്തത്. കാബേജ് എന്ന് പറയുന്നത് എത്രയാണോ വേണ്ടി അത്രയും എടുക്കുക. ഞാനിപ്പോൾ ഇത് ഏകദേശം ഇത്രയും കാബേജ് എടുത്തിട്ടുണ്ട്. ഇനി ഇത്ര തന്നെ ക്യാരറ്റ് വേണ്ട. അതിൻ്റെ കുറച്ച് കുറവ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുക്കുംബറൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നുമില്ല. ഞാനിപ്പോൾ കാബേജും ക്യാരറ്റും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർക്കണ്ട. മിക്സ് ചെയ്തിട്ട് നോക്കുക കേട്ടോ എത്ര വേണമെന്നുള്ളത്. നമുക്കൊരു മിക്സ് ചെയ്താൽ നമുക്കൊരു ഐഡിയ കിട്ടും എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പകുതിയിലധികം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഇതിൽ ഗാർലിക് സോസും കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ ചേർക്കണ സമയത്ത് നമ്മളെ ഈ കാബേജും ക്യാരറ്റും ഒന്ന് ഒതുങ്ങും കേട്ടോ. ഒന്ന് എന്താ പറയുക ഇത്രയും ഇട്ടത് തോന്നൂല. കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങി വരും. അപ്പോൾ അന്നേരം ചിക്കനാണ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ചേർക്കേണ്ടത്. ഒരുപാട് ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരറ്റും കാബേജും തീരെ ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊക്കെ കേട്ടോ. അപ്പോൾ ഇത് പോരാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പോരാ. അപ്പോൾ ലേശം കൂടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് മുക്കാൽ ഭാഗത്തിൻ്റെ മേലെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അതിന് ശേഷം ദാ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഹോം മെയ്ഡ് ഗാർലിക് മയോണൈസ് ആണ് കേട്ടോ. ഇത് പാല് വെച്ചിട്ട് ഉണ്ടാക്കണതാണ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചതാണ് കേട്ടോ. പാല് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന മുട്ടയല്ല പാലാണ്. പിന്നെ എൻ്റെ അടുത്ത് നായിഫ് സക്കരിയാൻ്റെ പേര് ജംഷി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഒരു മുട്ടയും ഓയിലൊന്നും ഇല്ലാത്ത ഇത് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു മയോണൈസ്. ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നോമ്പായതുകൊണ്ട് തിരക്കായതുകൊണ്ടാണ് ഇൻഷാ അള്ളാ ഇനി വരുന്ന വീഡിയോസിൽ ഏതിലെങ്കിലും ഉൾപ്പെടുത്താം. അപ്പോൾ ആ ഒരു ഗാർലിക് മയോണൈസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല. മസാലകളോ ഒന്നുമില്ല. നമ്മൾ ഈ ചിക്കനും പൊരിച്ച ചിക്കനും ഈ ഒരു കാബേജും ക്യാരറ്റും ഈ ഒരു ഗാർലിക് മയോണൈസും മാത്രം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഗാർലിക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നല്ല ടൈറ്റിൽ ഉണ്ടാക്കണം. എന്നാലാണ് മസാല ഇങ്ങനെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു വെള്ളം പോലെ ആയിപ്പോകും. നമ്മൾ ബ്രെഡിൽ നിറയ്ക്കുന്ന സമയത്ത് ഭയങ്കര സോക്കി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിയിൽ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബ്രെഡ് മുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാവ് വേണം. ഞാൻ ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക.
അപ്പോൾ ഈ ഒരു മാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം പോലത്തെ മാവായിരിക്കണം കേട്ടോ. നമുക്ക് ബ്രെഡ് മുക്കാനുള്ളതാണ്. ഒരുപാട് കട്ടിയിൽ വേണ്ട. എന്നാലും നല്ല ലൂസായി പോകാനും പാടില്ല. നല്ല ലൂസായി പോയാൽ ബ്രെഡിൽ മുക്കണ സമയത്ത് ബ്രെഡ് അങ്ങ് സോക്കായി പോകും. അതുകൊണ്ട് കുറച്ച് കട്ടി വേണം. എന്നാൽ എന്താ പറയുക, വല്ലാണ്ടങ്ങ് കട്ടിയായി പോകാനും പാടില്ല. ഈ ഒരു പാകത്തിൽ കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് കലക്കിയെടുത്തത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അടുത്തെന്ന് പറയുന്നത് ബ്രെഡ് ക്രംസും എടുത്ത് വെക്കുക. പിന്നെ വേണ്ടത് ബ്രെഡ്. ബ്രെഡ് ഇതാ ഫ്രഷ് ബ്രെഡാണ്. ഇന്നത്തെ ഡേറ്റിലുള്ള ബ്രെഡാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് 2 ദിവസം മുന്നേ ഉള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് പിടിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവുന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പുതിയ ഡേറ്റിലുള്ള ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഈ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ റോസ്റ്റഡ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുക എന്നുള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ മുറിച്ച സാധനം ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ തന്നെ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ നല്ലോണം അടിഞ്ഞ് കിട്ടും. അടിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് ഫ്രൈ പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് എടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് സമയം വെക്കണം കേട്ടോ. എന്നാലാണ് അത് റോസ്റ്റായിട്ട് വരുള്ളൂ. കരിഞ്ഞു പോകാനും പാടില്ല. ഇപ്പോൾ അതാ ഈ ഒരു രീതിയിൽ 4 ഭാഗവും ഞാൻ സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ബ്രെഡും ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എത്ര ബ്രെഡാണോ വേണ്ടിയത് അത്രയും ബ്രെഡ് ഇങ്ങനെ വെക്കുക. ഇനിയിപ്പോൾ 2 എണ്ണം ഒന്നിച്ച് പിടിക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 എണ്ണം ഒന്നിച്ച് പിടിക്കുക. ഒന്നിച്ച് പിടിച്ചിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നമ്മളെ മാവുണ്ടല്ലോ, അതിൽ മുക്കിയെടുക്കണം. ഓരോ പ്രാവശ്യം നിങ്ങൾ മാവിൽ മുക്കാൻ സമയത്ത് ആ മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ലൂസ് ആയതുകൊണ്ട് മേലെ കുറച്ച് വെള്ളം മാത്രം ഊറി നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് 4 ഭാഗവും ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുക്കിയതിൻ്റെ ശേഷം എക്സസ് ഉള്ളതൊക്കെ അതിൽ തന്നെ തട്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഇതിനൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ബ്രെഡും ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. ലാസ്റ്റ് പൊരിച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റത്തെ ബ്രെഡ് പോക്കറ്റിനുള്ള ബ്രെഡ് ഇവിടെ റെഡി ആയിന് കേട്ടോ. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് എല്ലാം ഒന്ന് മാറ്റി വെക്കുക. ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്ന ആ ഒരു ബ്രെഡ് ഞാൻ മിക്സിയിൽ പൊടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രൈ പാനിൽ ഇട്ടതാണ്. എന്നിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ റോസ്റ്റ് ചെയ്ത് ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലാവുകയെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരു പൂഴി മണ്ണ് പോലെ ഉണ്ടാവും. മണ്ണിൻ്റെ ഒരു പാകത്തിലേക്കായി വരും കേട്ടോ. അത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും. ഈ ഒരു രീതിയിലാകണ വരെ കരിഞ്ഞു പോകാണ്ട് ഇങ്ങനെ വറുത്തെടുക്കുക. ഇതിന് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ബോട്ടിലിട്ട് വെച്ചാൽ ഒരു കൊല്ലം വരെ വെക്കാം കേട്ടോ. ഒന്നും ആവില്ല. ഇത് കുപ്പിയിലാക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ അത് അടുത്തത് നമ്മളെല്ലാ ബ്രെഡും ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. ഒരു മീഡിയം തീയിനെക്കാട്ടിലും മേലെ വെക്കണം കേട്ടോ. തീ ചെറുതായി പോകരുത്. അപ്പോൾ എണ്ണ കുടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എണ്ണ കുടിക്കാണ്ടിരിക്കണമെങ്കിൽ മീഡിയത്തിനെക്കാട്ടിലും കുറച്ച് കൂടെ കൂട്ടി വെക്കുക തീ. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊള്ളി വരും കേട്ടോ. നല്ല ബോൾ പോലെ പൊള്ളി വരും. കാരണം 2 ബ്രെഡ് ഉണ്ടല്ലോ. ഇതിൻ്റെ സെൻറ്ററിൽ കാലി ആയതുകൊണ്ട് ഇതിങ്ങനെ പൊള്ളി വരും. അപ്പോൾ ഇങ്ങനെ എണ്ണ ഇങ്ങനെ മേലോട്ട് ആക്കി കൊടുത്താൽ മതി. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് പൊള്ളിച്ച് എടുക്കുക. ഇപ്പോൾ ദാ ഫസ്റ്റത്തെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് കോരാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് പൊള്ളി വരും. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ഒരു തുള്ളി പോലും എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ. തീരെ എണ്ണ ഒന്നും കുടിക്കാത്ത സ്നാക്കാണ്. അപ്പോൾ ദാ അത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ബ്രെഡും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മേൽഭാഗത്തേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് കുഴിയുള്ള ചട്ടിയിൽ തന്നെ പൊരിച്ചെടുക്കാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. കുറഞ്ഞ എണ്ണയിൽ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിൽ ടെക്സ്ചറിലായി വരില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കലാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതാ 2 ഭാഗവും നല്ലോണം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പൊള്ളിച്ചെടുക്കുക. അപ്പോൾ അത് അടുത്തതും ഇവിടെ നന്നായിട്ട് പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് എണ്ണയൊന്ന് കോരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇങ്ങനെ പൊരിച്ചെടുക്കുക. ആദ്യം തന്നെ ഇങ്ങനെ പൊരിച്ചെടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഫില്ലിങ് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കംപ്ലീറ്റ് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ ഓരോന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇതിനൊന്ന് 2ആയിട്ട് മുറിക്കാം കേട്ടോ. നിങ്ങൾക്ക് ട്രയാങ്കിൾ ആയിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെയും മുറിക്കാം. എല്ലാം ഇങ്ങനെ നേരെ പകുതിയാക്കിയിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെയും മുറിക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ തുറക്കുക. സെൻറ്റർ തുറക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി എണ്ണ പോലും കുടിക്കില്ല. നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ ഫില്ലിംഗ് ഇല്ലേ, ആ ഫില്ലിംഗ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. കാരണം നല്ല കട്ടിയിൽ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ ഈ ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണം എന്നില്ല കേട്ടോ. റെഡിമെയ്ഡ് മയോണൈസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഓൾറെഡി നല്ല കട്ടി തന്നെയാണല്ലോ കിട്ടുക. അതായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ദാ ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇതില്ലേ ഈ ഒരു ഹാഫ് ബ്രെഡ് തിന്നാൽ തന്നെ നല്ല വയറ് ഫുള്ളാവും കേട്ടോ. നല്ല എന്താ പറയുക ഹെവിയാണിത് ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഹാഫ് പീസ് ഫുള്ള് തിന്നാൽ തന്നെ നല്ലൊരു എന്താ പറയുക ഇഫ്താർ സ്നാക്കാണ്. ഇത് മാത്രം മതി കേട്ടോ. വേറെ ഒന്നും വേണമെന്നില്ല. ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇത് തിന്നുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലോ. എല്ലാവർക്കും വയറ് ഫില്ലായി നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ അത് അടുത്തതെന്ന് പറയുന്നത് സമൂസയാണ്. സമൂസ ഞാൻ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഈ സമൂസേൻ്റെ ഒന്ന് റെസിപ്പി ഞാൻ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ ഞാൻ ഇട്ട വീഡിയോ തന്നെയാണ്. തൊട്ട് മുന്നേ 2, 3 വീഡിയോൻ്റെ മുന്നാണ് ഞാനിപ്പോൾ സമൂസ ഉണ്ടാക്കണതും കട്ട്ലേറ്റ് ഉണ്ടാക്കണതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.
അപ്പോൾ സമൂസേൻ്റെയൊക്കെ സെയിം റെസിപ്പി തന്നെയാണ്. അത് കാണിച്ച അതേ റെസിപ്പി തന്നെയാണ് ഈ ഒരു സമൂസ കേട്ടോ. സമൂസ പിന്നെ ഒരു ചെറിയ തീയിലിട്ടിട്ട് പൊരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു ഷീറ്റ് നമ്മളിങ്ങനെ മടക്കി മടക്കിയിട്ടല്ലേ എടുക്കുക. അപ്പോൾ എല്ലാ ഷീറ്റും ഒരുപോലെ വെന്ത് കിട്ടണമെങ്കിൽ ഹൈ ഫ്ലെയിം ആക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുറമെ ഉള്ള ഷീറ്റ് മാത്രമാണ് നമുക്ക് വെന്ത് കിട്ടുക. അപ്പോൾ ചെറിയ തീയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ ഷീറ്റും ഒരേപോലെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരുപാട് നേരം മുരിഞ്ഞും കൊണ്ട് നിൽക്കും കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെറിയ തീയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതാ എല്ലാം ചെറിയ തീയിലിട്ടിട്ട് ഒരു ഭാഗം ഒന്ന് വെന്തതിന് ശേഷം അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2 ഭാഗവും റെഡി ആയിന് ട്ടോ. നല്ലൊരു കളറാവണ സമയത്ത് തന്നെ ഇത് എണ്ണേന്ന് കോരി മാറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കണം ട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സമൂസയും കോരി മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ കംപ്ലീറ്റ് പൊരിച്ച് മാറ്റാം ട്ടോ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പിന്നെ ഉന്നക്കായയാണ്. ഉന്നക്കായ ഞാൻ ഇപ്പോൾ തൊട്ട് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടേ ഉള്ളൂ ഈ ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള. ആ സെയിം റെസിപ്പി തന്നെയാണ് ഇട്ടത്. ഇതിപ്പോൾ 1 കിലോ പഴം കൊണ്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. 1 കിലോ പഴം കൊണ്ട് എനിക്കൊരു 18 ഉന്നക്കായാണ് കിട്ടിയത്. 1 കിലോ പഴം വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഉന്നക്കായ ഒരു മീഡിയം തീയിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. സെയിം ഇതിൽ തന്നെ കേട്ടോ. നമുക്ക് ഒരേ പൊരിക്കാനുള്ളതൊക്കെ ഒന്നിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ കംപ്ലീറ്റ് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഒറ്റയടിക്ക് നമ്മളെ പണികൾ എളുപ്പമായിട്ട് കിട്ടും. പൊരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ച് വെച്ചിട്ട് പൊരിക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ അത് ഉന്നക്കായ ഒരു ഭാഗം ഒന്ന് ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താണ്. ഇപ്പോൾ അത് 2 ഭാഗവും റെഡി ആയിന് ട്ടോ. ഒരുപാടിട്ടങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ടിയില്ല. കാരണം ഓൾറെഡി എല്ലാം വെന്തതാണ്. ഫില്ലിംഗ് ആയാലും പഴമായാലും ഒക്കെ വെന്തതാണ്. നമുക്ക് പുറം ഭാഗം മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ അതാ ഉന്നക്കായ ഇവിടെ റെഡി ആയിന്. അപ്പോൾ ഞാനത് കോരി മാറ്റുകയാണ് ട്ടോ. ഇപ്പം മധുരമായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഉന്നക്കായ മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാ സ്നാക്കും എരിവ് തന്നെയാണ്. ഒന്നെന്തെങ്കിലും മധുരം വേണമല്ലോ. അപ്പോൾ മധുരമായിട്ടാണ് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫില്ലിങ്ങിനൊക്കെ കുറച്ച് മധുരം നല്ലോണം ഉണ്ടാവുകയും ചെയ്യും. ഉള്ളിലത്തെ മുട്ടയ്ക്ക് കുറച്ച് നല്ലോണം മധുരം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇവിടെ റെഡി ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 1 കിലോ പഴം വെച്ചിട്ട് എനിക്ക് 18 എണ്ണമാണ് കിട്ടിയത്. ഇത് മാത്രമാണ് കുറച്ച് കുറഞ്ഞു പോയത് കേട്ടോ. ഇത് എനിക്കെന്തോ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു. വേറെ ഇല്ല. ആകെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് കട്ട്ലേറ്റ്. കട്ട്ലേറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓൾറെഡി ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. കാരണം ഒരു ഇഫ്താർ പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മൊത്തം മെയിൻ ഫുള്ളുണ്ട്. അപ്പോൾ അത് മൊത്തം വരുന്നതുകൊണ്ട് കുറച്ച് ലെങ്തിയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ ദാ നമ്മളെ കട്ട്ലേറ്റും ഒരു ഭാഗം ഒന്ന് വെന്താൽ ഇതൊക്കെ. ഇതിപ്പോൾ ഫ്രഷാണ് ഉണ്ടാക്കിയ ഉടനെയാണ്. ഇനിയിപ്പോൾ ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്ത് പൊരിക്കുന്ന സമയത്ത് ഒരു ടിപ്പും കൂടെ ഉണ്ട് ട്ടോ. അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോ ദിവസം എടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം മുന്നേ എടുത്തിട്ട് പുറത്ത് വെക്കരുത് കേട്ടോ. അതിൻ്റെ തണുപ്പ് മൊത്തം മാറി കഴിഞ്ഞിട്ട് എണ്ണയിലിടാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എണ്ണയിലിടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. പൊട്ടിപ്പോകുമ്പോൾ മാത്രമല്ല പിന്നെ ഉള്ളിലേക്ക് എണ്ണ കയറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഫ്രീസറിൽ സൂക്ഷിക്കുന്ന എന്ത് സ്നാക്കും എടുത്ത് ഒരുപാട് നേരം പുറത്ത് വെക്കരുത്. പുറത്ത് ഒരു 5 മിനിറ്റ് മുന്നേ ഒക്കെ എടുത്ത് വെക്കാൻ പാടുള്ളൂ ട്ടോ. എന്നിട്ട് പൊരിക്കണം. എന്നാലാണ് ഈ ഒരു രീതിയിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴല്ല 2, 3 വീഡിയോൻ്റെ മുന്നേ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചിരുന്നു കുറേ ആൾ കേട്ടോ. ഈ കട്ട്ലേറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് പൊരിക്കുന്ന സമയത്ത് എന്താ അതിങ്ങനെ പൊട്ടിപ്പോണെന്നൊക്കെ അല്ലെങ്കിൽ എണ്ണ കുടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് എടുത്ത് ഒരുപാട് നേരം മുന്നേ എടുത്ത് പുറത്ത് വെക്കരുത്. പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ എടുത്ത് വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മളെ കട്ട്ലേറ്റ് മൊത്തം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുട്ടയാണ് കേട്ടോ. മുട്ട ഒന്നും പിന്നെ കാണിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന സാധനമല്ലേ ഈ മുട്ട പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ട പുഴുങ്ങുക, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്ന വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം വറ്റിയതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് ഓയിലും കൂടെ ചേർത്ത്. ഇപ്പോൾ നമ്മളെ മുട്ട ഇവിടെ റെഡി ആയിന് കേട്ടോ. ഇതിപ്പോൾ ഡബിൾ പണി ആയ പോലെയാണുള്ള ഈ മാക്സിമം വലിയ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഫുള്ളായി പോയിന് കേട്ടോ. അപ്പോൾ തിരിച്ചിടാനൊക്കെ ചെറിയൊരു പ്രയാസം വന്ന്. കുഴപ്പമില്ല, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മുട്ട ഇവിടെ റെഡി ആയിന് കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട നല്ല പാകത്തിൽ വെന്ത് കിട്ടീന്. അപ്പോൾ അത് 3 സ്നാക്ക് ഇപ്പം കഴിഞ്ഞില്ലേ. 3 അല്ലല്ലേ, നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കി, സമൂസ ഉണ്ടാക്കി, എല്ലാം കഴിഞ്ഞ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഹലീമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഹൈദരാബാദി ഹലീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തത് കുറച്ച് പരിപ്പ്, 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഉഴുന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തൂരപ്പരിപ്പ് ചേർക്കാം, ചുവന്ന പരിപ്പ് ചേർക്കാം, അതുപോലെ തന്നെ കിച്ചടി പരിപ്പ്, ചെറുപയർ പരിപ്പ് ചേർക്കാം. ഇഷ്ടമുള്ള പരിപ്പുകൾ മൊത്തം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ 2 മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് 2 മാത്രമാണ് എടുത്തത്. അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു ഈസി മെത്തേഡിലുള്ള ഒരു ഹലീമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, എണ്ണയിലൊന്നും വഴറ്റി ഉണ്ടാക്കണതല്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് രണ്ടും കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 1/2 കപ്പ് ബാർലിയും 1/2 കപ്പ് ഗോതമ്പുമാണ് കേട്ടോ. അത് ഞാൻ തലേന്ന് തന്നെ കുതിർത്തി വെച്ചതാണ്. ഗോതമ്പും ബാർലിയൊക്കെ കുതിർത്തി വെക്കണതാണ് നല്ലത്. അതും കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 1/2 കിലോ ബീഫ് വേണം. എല്ലില്ലാത്ത ബീഫാണ് ഞാൻ എടുത്തത് കേട്ടോ. ഉണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് തോനെ വെള്ളം വേണം കേട്ടോ. അത് 1 മണിക്കൂർ നേരം നമ്മളിത് വേവിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഗരം മസാലേൻ്റെ പൊടി
വേണം. അതൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടി പെരുംജീരകത്തിൻ്റെ പൊടി വേണം. ഒരു ടേബിൾ സ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എന്നോട് ഇടാൻ വിട്ടുപോയത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒരു ടേബിൾ സ്പൂൺ വേണം കേട്ടോ. അതെന്നോട് മറന്നു പോയതാണ്. സാരമില്ല, പോട്ടെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം കണ്ടില്ലേ, ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഉപ്പ് ഇടുന്നില്ല. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് പൊരിച്ച ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് മറന്നു പോയതാണ്. ഒരു കൈപ്പിടി പൊരിച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതാണ്. ഇനി മൂടി വെച്ചിട്ട് ചെറിയ തീയിലാക്കി വെച്ചിട്ട് 1 മണിക്കൂർ നേരം നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ടിത് നല്ല കുക്കായിട്ട് ഇതായി വരണം കേട്ടോ, മാഷായിട്ട് വരണം. ഇപ്പോൾ നമ്മൾ ഹലീം ഇവിടെ 1 മണിക്കൂറിന് ശേഷം ഞാനിവിടെ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്താണ് കേട്ടോ. നമ്മളെ ബീഫും ഇതൊക്കെ നന്നായിട്ട് വെന്താണ്. പരിപ്പ് വർഗ്ഗങ്ങളും ഗോതമ്പും ബാർലി എല്ലാം വെന്താണ് കേട്ടോ. ഈ ഒരു രീതിയിലാവണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അരക്കാന്ന് പറഞ്ഞാൽ എഗ് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ മത്ത് എന്തോ പറയലുണ്ട്, അത് വെച്ചിട്ടാണ് ഉടച്ചെടുക്കേണ്ടത് കേട്ടോ. മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോകരുത്. ഞാനിവിടെ എഗ് ബീറ്റർ വെച്ചിട്ടാണ് ഇതിങ്ങനെ ആക്കിയെടുത്തത്. ഇപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ട് എഗ് ബീറ്റർ വെച്ചിട്ട് ഞാൻ അരച്ചെടുത്തതാണിത്. അപ്പോൾ ആ ബീഫും ഇതും എല്ലാം ഒന്നിച്ചാവണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരു 3 ടീസ്പൂണോളാണ് ഉപ്പിടുന്നത്. ഉപ്പിൻ്റെ കണക്ക് ഓരോരുത്തരുടെ കൈക്കൊരു പാകം ഉണ്ടാവും. അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് ടീസ്പൂൺ പറയുന്നത് കേട്ടോ. ഒരു 3 ടീസ്പൂൺ ഇട്ടാൽ കറക്റ്റായിരിക്കും. ഏകദേശം കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ കുറച്ച് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. ഇത്ര കട്ടി വേണ്ട, നമുക്ക് ലൂസാക്കണം. ഇതിങ്ങനെ ചൂടാറുന്നതിനനുസരിച്ച് നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. അന്നേരം ഇങ്ങനെ തിളച്ച വെള്ളം കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു നമുക്ക് നല്ല കട്ടി തന്നെയാണ് വേണ്ടിയത്. എന്നാൽ വല്ലാണ്ടങ്ങ് കട്ടിയായി പോകാനും പാടില്ല. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടിയത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നമ്മളിങ്ങനെ കൈയിലോണ്ട് കോരിക്കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിലാണ് വേണ്ടിയത്. ഇത് പ്ലേറ്റിലിട്ടിട്ട് കഴിക്കുകയാണ് ചെയ്യുക. സെർവ് ചെയ്യുന്ന സമയത്താണ് ബാക്കി സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് വറവിടണം കേട്ടോ. അപ്പോൾ അത് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചട്ടിയിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. ശരിക്കും ഈ ഹലീം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബീഫൊക്കെ ഓയിലിലൊന്ന് ഫ്രൈ ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയാണത്. ഞാനിപ്പം സിമ്പിളായിട്ടാണ് കാണിച്ചു തന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്താണ്. ഇനിയിപ്പോൾ ഒരു ഉള്ളി ഇട്ട്, ഒരു മീഡിയം സൈസുള്ള ഉള്ളി ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് പൊരിച്ചെടുക്കില്ല, ബ്രൗൺ കളർ ആകുന്ന വരെ അതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. നല്ലതാണ്. ഇപ്പം കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി നമുക്ക് ആ ഒരു സെർവ് ചെയ്യുന്ന സമയത്തും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ഉള്ളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമുക്ക് നേരെ ഹലീമിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കംപ്ലീറ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി തീ വേണ്ട. ഈ തീ ഇല്ലാണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ദാ ആ ഒരു തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി ഗരം മസാലേൻ്റെ പൊടിയാണ് 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ടിത് ആ ഒരു ചൂട് തന്നെ, തീയില്ല, ആ ഒരു ചൂടിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരും, അത്രയും മതി കേട്ടോ. അത് കരിഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ഹലീമിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതായത് എടുത്തിട്ട് നമുക്ക് ഈ ഹലീമിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ വിളമ്പണ സമയത്ത് കുറച്ചും കൂടെ നെയ്യും ഒഴിക്കും. അതേപോലെ തന്നെ ഈ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുക കേട്ടോ. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിപ്പോൾ തിളച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല ഹലീമിൻ്റെ. തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ തിളയ്ക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മളിതൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതില് ഞാനിട്ട ബീഫിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ശരിക്കും 1/2 കിലോ വെച്ചിട്ടാണ് ഞാൻ ചെയ്തതെങ്കിലും എനിക്കിത് ബീഫിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു 1 കിലോ ബീഫ് എടുക്കായിരുന്നു എന്ന് തോന്നിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബീഫ് ഇടലാണ് നല്ലത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ ഒരു ചട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തതാണ്. ശരിക്കും ഹലീം എടുക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ആ ബീഫിൻ്റെ ബീഫ് അരച്ചതിൻ്റെ അത് മാത്രമാണ് ഇങ്ങനെ വരും കേട്ടോ. അതിൻ്റെ ഇങ്ങനെ പ്രത്യേകം കാണാൻ വേണ്ടി പറ്റും. അതിപ്പോൾ ഇതിലങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബീഫ് കുറഞ്ഞു പോയി എന്നുള്ള. കുറച്ച് പുതിന അരിഞ്ഞും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒരു നുള്ള് മതി, പുതിന മാത്രം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ ഹലീം ഇവിടെ റെഡി ആയിന് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആ ഒരു എല്ലാ ടേസ്റ്റും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പരിപ്പ് വർഗ്ഗങ്ങളും അതേപോലെ തന്നെ ബീഫും നമ്മൾ ചേർത്ത പൊടികളും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക. കുരുവില്ലാണ്ട് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ പിഴിഞ്ഞ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ബാക്കി വിളമ്പണ സമയത്ത് നമ്മൾ നോക്കേണ്ടിയുള്ളൂ. ഒരു ചെറുനാരങ്ങൻ്റെ നീര് മൊത്തം ഞാൻ ഒഴിച്ച് കൊടുത്തേണ് കേട്ടോ. ഒന്ന് പിഴിയുന്നത് മാത്രമേ കാണിച്ചുള്ളൂ എന്നുള്ളൂ. ഒരു ചെറുനാരങ്ങൻ്റെ നീര് മൊത്തം പിഴിഞ്ഞ് വെച്ചേണ്.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം ട്ടോ. ഇനിയിപ്പോൾ അടുത്തതാണ് കാണിക്കാൻ വേണ്ടി പോണത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ട്ടോ. അപ്പോൾ ബിരിയാണിൻ്റെ ഉള്ളി പൊരിക്കാൻ ആദ്യം ദാ ഓയിൽ വെച്ച് ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ട്ടോ, നിറച്ച് കൂമിച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യിട്ടാണ്. അപ്പോൾ തന്നെ ഒരു 2 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇത് ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആക്കി ഗോൾഡൻ കളറിലൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു 3 ഉള്ളിയാണ് ഞാനിങ്ങനെ പൊരിക്കാൻ വേണ്ടി എടുത്തത് കേട്ടോ. ഞാനിവിടെ മൊത്തം 3 കിലോ ഉള്ളിയാണ് എടുത്തത്. അതിൽ നിന്നൊരു 3 ഉള്ളി ഞാനിങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയാണ് മസാലയ്ക്ക് എടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് ഗോൾഡൻ കളറിൽ ഫ്രൈ ആക്കി എടുത്തിട്ട് അതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ലൊരു കളറിൽ തന്നെ കോരി എടുക്കണം കേട്ടോ. കാരണം പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്നത് ഫ്രൈ ആയിട്ട് വരും. കളറ് കൂടും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാനത് കോരി മാറ്റി. ഇനിയിപ്പം ബിരിയാണി ചെമ്പ് വെച്ചിട്ടുണ്ട്. വലിയൊരു ചെമ്പ് ട്ടോ. മൊത്തത്തിൽ ബിരിയാണി വെക്കാനുള്ള വലിയ ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മൊത്തം ഞാൻ 3 കിലോ ഉള്ളിയാണ് എടുത്തത്. അതിൽ നിന്ന് കുറച്ച് നമ്മളിങ്ങനെ പൊരിക്കാൻ വേണ്ടി മാറ്റി. അതിൻ്റെ ബാക്കിയാണിത്. അത് കംപ്ലീറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം തന്നെ ഓയിൽ ഒഴിക്കാണ്ട് ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കട്ടെ. അപ്പം ഓൾറെഡി ഇത് വെള്ളം വറ്റുന്ന സമയത്ത് ഒരു പകുതി കുക്കായിട്ട് വന്നോളും. എന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ വാട്ടിയെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം വേണം അത് വാടി വരാനിട്ട്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വാടി വന്നോളും. ഇപ്പോൾ ദാ വെള്ളമൊക്കെ വറ്റി ഒരു ഉള്ളി ഒരു പകുതി കുക്കായി. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അളന്ന് ഒഴിച്ചതാണ് കേട്ടോ. ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഓയിലിലാണ് ഇത് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കേണ്ടത്. പിന്നെ ഇത് വേഗമായി വന്നോളും. ഓൾറെഡി പകുതി നമ്മൾ വാട്ടി കഴിഞ്ഞതാണ്. ഇതിനി വേഗമായി വന്നോളും. പിന്നെ ഒരുപാടിട്ട് വഴറ്റി അതിനെ എന്താ പറയുക സോഫ്റ്റാക്കി എടുക്കാനൊന്നും പോണ്ട. ഇനിയിപ്പോൾ ദാ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയിലും കുറച്ച് നെയ്യ് ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ബിരിയാണിക്ക്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ എസിയും കൂടെ ഇട്ടുകൊണ്ടാണ് ഈ ഒരു ഇതിൻ്റെ പുക ഇങ്ങനെ മേലോട്ട് വരുന്നത്. അപ്പോൾ ദാ ഇതൊന്ന് വാടി വന്നാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടി കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ കൂമിച്ചെടുത്തതാണ് കേട്ടോ. അത്രയും എടുത്താണ്. പിന്നെ വേണ്ടിയത് പച്ചമുളക് അരച്ചതാണ് കേട്ടോ. ഞാനൊരു 5, 8 പച്ചമുളക് ഞാൻ അരച്ച് വെച്ചതാണ്. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ ഒരു 10 എണ്ണം വരെ ചേർക്കാം. നല്ല എരിവുള്ളാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും. ഒരു 1 2 മിനിറ്റ് മതി. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ അത് നന്നായിട്ടൊന്ന് വാടി വന്നോളും. ഞാനിപ്പോൾ ഫുള്ള് ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം നോമ്പായതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അതിലേക്ക് 1 കിലോ തക്കാളിയാണ് ഞാൻ എടുത്തത്. 1 കിലോ തക്കാളി ചെറുതാക്കി മുറിച്ചെടുത്താണ്. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വല്ലാണ്ട് കുഴഞ്ഞ് വരണ്ട. ചെറുതായിട്ടൊന്ന് വാടി കുഴഞ്ഞ് വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം. തക്കാളി ഒന്ന് വാടട്ടെ. അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വെക്കുന്ന സാധനത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ ഒരു 4 കിലോൻ്റെ അടുത്താണ് വെക്കുന്നത് കേട്ടോ. അതാണ് ഇപ്പോൾ ഇത്രയും കാണിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ബിരിയാണി പൗഡറാണ് ഞാൻ ഉണ്ടാക്കണത്. നോമ്പിൻ്റെ തൊട്ട് മുന്നേ ഞാനിതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ലിയാൻസ് കിച്ചൺ ബിരിയാണി മസാല പൗഡർ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കിട്ടും കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഒരു 1/2 കപ്പോളം തൈര്. തൈര് ഞാൻ ബിരിയാണീൻ്റെ എല്ലാ റെസിപ്പിയിലും പറയുന്നതാണ്. തൈര് ചേർക്കുന്ന സമയത്ത് പുളിയുള്ള തൈര് ചേർക്കരുത്. പുളിയില്ലാത്ത തൈര് ചേർക്കുക എന്ന് കേട്ടോ. അപ്പോഴാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് മസാലയ്ക്ക് വരുള്ളൂ. പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പോളം തൈര് ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 2 ടേബിൾ സ്പൂണാണ് ബിരിയാണി മസാല പൗഡറും ചേർത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഞാനൊരു 4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. ഒരു 4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് എല്ലാം നല്ല മിക്സായിട്ട് വന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയ സമയത്ത് കുറച്ചൊരു തൈരിൻ്റെ ഒക്കെ കുറവുള്ളത് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കൂടെ. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഞാനിവിടെ ഒരു 3.5 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. 3.5ൻ്റെ മേലെ ഉണ്ട്. ഞാൻ പിന്നെ 3.5 എന്ന് പറയുന്നത് ആ ഒരു കറക്റ്റ് അളവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 3.25 ഉണ്ടാവും. അരിയും അങ്ങനെ തന്നെയാണ് എടുത്തത്. അതുപോലെ തന്നെ ചിക്കനും അങ്ങനെ തന്നെയാണ് എടുത്തത്. 4 കിലോ ഫുള്ള് ഈ ചെമ്പിൽ പോവൂല. ചോറ് വെക്കുന്ന ചെമ്പ് എനിക്ക് 4 കിലോ ഫുള്ള് പോവാത്തോണ്ട് ഒരു 3.5ൻ്റെ മേലെ, കുറച്ചും കൂടെ മേലെ ഒരു 3.25 വരെ പോവുള്ളൂ. അതുകൊണ്ടാണ് അത്രയും എടുത്തത്. അപ്പോൾ നന്നായിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയും പുതിനയാണ് ചേർക്കുന്നത് കേട്ടോ. മല്ലിച്ചപ്പ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചാണ്. ഒരു 2 കൈപ്പിടി എന്ന് പറഞ്ഞാൽ ഒരു 1/2 കപ്പ് ഉണ്ടാവും കേട്ടോ. 1/2 കപ്പ് പുതിനയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3/4 കപ്പോളം മല്ലിച്ചപ്പും. അതിന് പറയട്ടെ ഇനിയിപ്പം പുതിന ഇത്ര ഇടുന്നത് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പുതിനേൻ്റെ ഫ്ലേവർ എനിക്ക് ഇത്ര ഇഷ്ടമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പോളം പുതിന ഇട്ട് കൊടുത്തിട്ട് 3/4 കപ്പ് മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൽ പൊടികളൊക്കെ ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിലിട്ട അളവ് കറക്റ്റ് ആണോ എന്നുള്ളത്. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഇതിലൊരു ബിരിയാണി മസാല പൗഡറിൻ്റെ സ്മെല്ല് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ കൂടെ ബിരിയാണി മസാല പൗഡറും കൂടെ ചേർത്താണ്. എന്നിട്ടിത് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ചോറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ചോറ് വെക്കുന്ന ചെമ്പ് ഞാനിപ്പോൾ ഇതാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഓയിലും നെയ്യും ഇല്ല, അതാണ് ഒഴിക്കേണ്ടത്. ആ ഒരു ഫ്ലേവറുള്ള അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആ ഒരു ഇതിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടി ഒരു ഒരു ലേശം ഉള്ളി, ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഒരു കഷ്ണം ഉള്ളി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തതാണ്. അതൊന്ന് ഫ്രൈ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അരിയാണ് ചേർത്തത്. ഞാനിവിടെ അരി വറുത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അരി ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ജീരകശാല അരിയാണ് കേട്ടോ, കൈമ എന്ന് പറയുന്നത് ജീരകശാല അരിയാണ്. അത് ഞാൻ 3.5 കിലോ ആണ് അരി എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ 3.5 കുറച്ചും ഉണ്ടാവും. നിങ്ങളൊരു പാത്രത്തിലിട്ടിട്ട് അളന്നാൽ മതി. അപ്പോൾ ആ അരി കഴുകി ഊറ്റി കൊണ്ടുവന്നതാണ്. സോക്ക് ചെയ്ത അരിയല്ല, ഇപ്പോൾ കഴുകി കൊണ്ടുവന്നതാണ്. അത് വറുക്കണ സമയത്ത് നമ്മൾ സോക്ക് ചെയ്യാൻ പാടില്ല. സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വറുക്കണ സമയത്ത് അരി മൊത്തം പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് സോക്ക് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ അത് അരി മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. എന്നിട്ട് മരത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. സ്റ്റീലിൻ്റെ കയ്യിലെടുക്കണ്ട. മരത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അരിമണികൾ ഇങ്ങനെ ഉതിർന്ന് വീഴുന്നൊരു പാകമാവണം. എല്ലാ അരിയിലും നമ്മളെ നെയ്യൊക്കെ എത്തുകയും വേണം. അങ്ങനെയാണ് നമ്മൾ വറുത്തെടുക്കുന്ന പാകം എന്ന് പറയുക. കുറച്ച് സമയം എടുക്കും. ഞാനിവിടെ കട്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ടൊന്ന് വറന്ന് വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഹൈ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയും കൊണ്ട് നിന്നാൽ മതി കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് വറന്നാണ്. ഇപ്പോൾ അത് കണ്ടില്ല, ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഓരോ അരിമണികളും ഇങ്ങനെ വീഴുന്ന പാകത്തിലാവും. അതുവരെയാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം വേണ്ടത്. ഇവിടുത്തെ അരിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ്. ഞാൻ വരുമ്പോൾ കൊണ്ടുവന്ന അരി ആയതുകൊണ്ട് തന്നെ ഇതിന് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള കണക്കേ വെള്ളം വേണ്ടിയുള്ളൂ. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അരിക്ക് 1ന് 1.5 കപ്പ് വെള്ളം മതി കേട്ടോ. എല്ലാം നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന അരിയാണെങ്കിൽ എപ്പോഴും 2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുക കേട്ടോ എത്ര വേണം എന്നുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര്, ഒന്നല്ല 2 ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള നീരാണിത്. അതും കൂടെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നാട്ടിൽ നിന്ന് വരുന്ന മെയ്ഡ് ഇൻ ഇന്ത്യൻ്റെ അരി തന്നെയാണെന്ന് പറഞ്ഞാലും ഇവിടെ കിട്ടുന്ന അരിയാണെങ്കിൽ എന്താ പറയുക, അതിന് ഡബിൾ വെള്ളം തന്നെ വേണ്ടി വരലുണ്ട് കേട്ടോ സാധാരണ. ചിലതിന് മാത്രമേ ഇങ്ങനെ 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വരുള്ളൂ. ഇപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക, ചെറിയ തീയിൽ വെള്ളം വറ്റുന്ന വരെ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ജീരകക്കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിനുള്ള സാധനങ്ങളാണിത്. കഞ്ഞി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ, സാധാരണ കഞ്ഞി തന്നെ. ഇനിയിപ്പോൾ അത് 2 കപ്പോളം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അളവുകളൊക്കെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതിയാണ് എടുത്തത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തതുകൊണ്ട് ഒരു ഉള്ളിൻ്റെ പകുതിയാണ് എടുത്തത്. പിന്നെ വേണ്ടി 2 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലിയാണ് കേട്ടോ. അത് 2 അല്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്താണ്. പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂൺ കേട്ടോ. നല്ല ജീരകം എന്ന് പറയുന്നത് 1 ടീസ്പൂണ്. പിന്നെ വേണ്ടത് വലിയ ജീരകം, പെരുംജീരകമാണ്, അതും 1 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൊടുത്താണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം 1 ടീസ്പൂണ്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ് അതെല്ലാം എഴുതി കാണിച്ചിട്ടുണ്ട്. ഒരു 3 വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. വെള്ളം ചേർത്ത് അരച്ച് നല്ല മിക്സാക്കി മഷി പോലെ അരച്ചെടുത്തതാണ്. ഇതിപ്പോൾ അതാ സാധാരണ നമ്മളെ നെല്ലുത്തേരീൻ്റെ കഞ്ഞി എന്ന് പറയില്ല, ആ കഞ്ഞിയാണ് കേട്ടത്. നെല്ലുത്തേരീൻ്റെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് അരച്ചെടുത്തതാണ്. ഇത് അരക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ വടകര സ്റ്റൈലിലുള്ള കഞ്ഞി എന്ന് പറയുന്നത് ഓൽക്ക് ഇങ്ങനെ അരഞ്ഞിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അരച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിത് അരച്ചെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ അരക്കേണ്ടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൽ കുറച്ച് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുക്കണം കേട്ടോ. ജീരകക്കഞ്ഞി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ വലിച്ച് കുടിക്കാൻ പാകത്തിൽ നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നല്ല ലൂസാവണം. അതിൽ നിറച്ചും വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു അരപ്പും കഞ്ഞിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ ആ ഒരു മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിക്കണം. നിറച്ചും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് അതും കൂടെ ഫുൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ വെള്ളം പോലത്തെ ഇതായിരിക്കണം, എല്ലാവർക്കും കുടിക്കാൻ ഈസി ആയിട്ട് വലിച്ച് കുടിക്കാൻ പാകത്തിനെന്ന് പറയില്ല നമ്മൾ. കുറേ ഗ്ലാസ്സൊക്കെ കുടിക്കാൻ തോന്നണമെങ്കിൽ നല്ല വെള്ളം പോലെ ആയിരിക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. വെട്ടി തിളക്കണ്ട. നല്ല ചൂടായിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ തിള വരാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം തേങ്ങയൊക്കെ പാർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി. ഇതിപ്പോൾ റെഡിയാണ് കേട്ടോ. നല്ല ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മൂടി വെക്കുകയാണ്. അപ്പോൾ എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. പിന്നെ ജ്യൂസൊക്കെ ഇവിടെ ആച്ചി സെർവ് ചെയ്യുന്നുണ്ട്.
പിന്നെ മാങ്ങ ജ്യൂസും സ്ട്രോബെറി ജ്യൂസും 2 തരം ജ്യൂസാണ് ഉണ്ടാക്കിയത്. പിന്നെ പപ്സ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. ലിയാന അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയതാണ്. അപ്പം അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയിന് ട്ടോ. അപ്പോൾ ദാ പഫ്സ് ഞാൻ ഫില്ലിങ് കാണിച്ചല്ലോ. അതിൽ പുഴുങ്ങിയ മുട്ടയും കൂടെ വെച്ചിട്ട് നമ്മൾ ഷീറ്റ് വാങ്ങുന്ന പഫ് പേസ്റ്റിൻ്റെ ഷീറ്റാണ്. അത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ദാ പഫ്സും ഇവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്കുകൾ ബ്രെഡ് പോക്കറ്റ്, അതുപോലെ തന്നെ സമൂസ, നേരത്തെ പഫ്സ് കാണിച്ചല്ലോ. പിന്നെ ഉന്നക്കായി, കട്ട്ലറ്റ്, മുട്ട പൊരിച്ചത്, ഫ്രൂട്ട്സ്. ഇത്രയും 6 തരം കടികളാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം ദാ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടോ. ഇനിയിപ്പോൾ എൻ്റെടുത്ത് ആ ജംഷി തന്നെയാണെന്ന് തോന്നുന്നു ചോദിച്ചത്. "നിങ്ങളുണ്ടാക്കുന്ന ഓരോ സാധനം എത്ര ആൾക്ക് കഴിക്കാന്നുള്ളത് ഇനി വരുന്ന വീഡിയോയിൽ പറയണേന്ന്" പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഈ ഒരു ഇഫ്താർ പാർട്ടി എന്ന് പറയുന്നത് 25 ആൾക്കുള്ള പാർട്ടിയാണ് ട്ടോ. ഞങ്ങളെ കൂട്ടാണ്ട്, ഞങ്ങൾ 5 ആളുണ്ട്. ഞങ്ങളെ കൂട്ടാണ്ട് 25 ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതിനുള്ള അളവാണ് ഇന്ന് കാണിച്ചതൊക്കെ ട്ടോ. പിന്നെ അതാ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് കുടിക്കാൻ വിംടോ കലക്കിന്, അതേപോലെ തന്നെ റൂഹ് അഫ്സയും കലക്കി വെച്ചിന് ട്ടോ. ഇനിയിപ്പോൾ ദാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഞാനിവിടെ ദമ്മിടാൻ വേണ്ടി പോണത് ട്ടോ. ചോറിവിടെ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച ചോറിവിടെ കറക്റ്റ് പാകത്തിലായിണ്. ഇത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ദമ്മിടണം. ഇപ്പോൾ അവർക്ക് ചായ കൊടുത്തിട്ടുണ്ട്. ചായ ഞാൻ കൊടുത്ത് അതിൻ്റെ ശേഷമാണിത്. അപ്പോൾ ചായ ഒന്നും വീഡിയോയിൽ പിടിച്ചിട്ടില്ല. അതിൻ്റെ ശേഷം ദാ നമ്മൾ ദമ്മിടുകയാണ്. ഇനിയിപ്പോൾ ഒരു കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമുക്കിനി ചോറ് വിളമ്പണ്ടിയുള്ളൂ. അപ്പോൾ ദാ ചോറ് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കുക. 2 ലെയറായിട്ടാണ് ഞാനിവിടെ ദം ചെയ്യണത്. ഫസ്റ്റ് ലെയർ ചോറ് ആദ്യം ഇട്ട് കൊടുക്കുക. പകുതി ചോറ് ആദ്യം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതാ പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഉള്ളി ട്ടോ. ആ ഉള്ളി നിറച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ട്ടോ. അതും പൊരിച്ച് വെച്ചതാണ്. നെയ്യിൽ തന്നെ പൊരിച്ചതാണ്. ആ സെയിം ഉള്ളി പൊരിച്ച അതിൽ തന്നെ പൊരിച്ചെടുത്തതാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും നമ്മളിവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ അത് ലേശം ഇട്ട് കൊടുക്കട്ടെ. എനിക്കങ്ങനെ അധികം ഇടുന്നത് ഇഷ്ടമല്ല. കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അതാ ബിരിയാണി മസാലേൻ്റെ പൊടിയും കൂടെ കുറച്ച് വിതറി കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു ടീസ്പൂണൊക്കെ മതി. ഇത് റോസ് വാട്ടറും അതേപോലെ തന്നെ സാഫ്രോൺ പൗഡറും ആണ് കേട്ടോ. അതും കുറച്ച് ഇട്ട് കൊടുക്കുക. റോസ് വാട്ടറിൻ്റെ എസൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ബാക്കി പകുതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ആക്കിയത്. ഇനിയിപ്പോൾ അത് രണ്ടാമത്തെ ലെയറും ചോറ് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ലെയറും ഫുള്ള് ചോറിട്ട് ബാക്കിയുള്ള ചോറ് മൊത്തത്തിൽ രണ്ടാമത്തെ ലെയറിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം സെയിം പ്രോസസ്സ് കേട്ടോ. ആ സാധനങ്ങൾ മൊത്തം പിന്നെ ഇട്ട് കൊടുത്താണ്. എന്നിട്ട് ഇതാ ഇതിൻ്റെ മൂടി കുറച്ച് ലൂസാണ്. അതുകൊണ്ട് ഞാൻ ഫോയിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്യാമെന്ന് വിചാരിച്ച്. ആദ്യം നല്ല ടൈറ്റായിട്ടൊന്ന് ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ദമ്മ് നല്ല കറക്റ്റിൽ കിട്ടും. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ദം 10 മിനിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ വെച്ചതാണ്. അതിന് ശേഷമാണ് ഇത് പൊളിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഈ ഒരു സൈസിലുള്ള ചെമ്പ് എൻ്റെ അടുത്ത് ഈ ഒറ്റൊന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സെയിം സൈസിലുള്ള ചെമ്പ് ഒന്നും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലോണം മിക്സ് ആക്കാൻ വേണ്ടി കഴിയുക. ഞാൻ സാധാരണ അങ്ങനെ വാങ്ങലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ ചെമ്പേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ ചോറ് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ വിളമ്പണ ചെമ്പിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. കുറേ ആളുള്ളതുകൊണ്ട് നമുക്ക് പ്ലേറ്റിലൊന്നും വിളമ്പിയാൽ മതിയാവില്ല. നമ്മൾ ചെമ്പോടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെമ്പിലേക്ക് ചോറ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ദമ്മിട്ട ചെമ്പ് തന്നെയാണ് മിക്സ് ആക്കിയത്. മിക്സ് ആക്കിയതിന് ശേഷം വിളമ്പണ ചെമ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അടിയിലാണല്ലോ നമ്മൾ ഈ ഒരു മസാല വരുന്നത്. അപ്പോൾ ചോറ് ഒരു പകുതിയിലധികം നമ്മൾ മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് മസാല മിക്സ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ ദാ ചോറ് ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയതിൻ്റെ ശേഷം ഒരു ഭാഗത്തുള്ള ഒരു മസാലേൻ്റെ ചോറും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് ആ ഒരു ചോറിന് നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ ദാ മസാല ഉള്ള ചോറ് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ആ ഒരു മസാലേൻ്റെ ചോറും മറ്റേ ചോറും കൂടെ മിക്സാക്കി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഞാൻ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ഒരു ആണുങ്ങളുണ്ട് വിളമ്പുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ചോറും കൂടി സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മസാലയും വിളമ്പാം. ഈ ചോറ് ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ അളവിൽ ഉണ്ടാക്കിയിട്ട് ഇത് ബാക്കി പോലുമില്ല. നമുക്ക് അത്താഴത്തിന് പോയി കഴിക്കാൻ പോലും ഇല്ല. അത്രയും കറക്റ്റാണ് കേട്ടോ ഈ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പം പാർട്ടി കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ അളവ് പറഞ്ഞാൽ കറക്റ്റ് ഒരു ഏകദേശ ഐഡിയ കിട്ടും. അപ്പോൾ ദാ മസാലയും വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹലീമാണ്. ഹലീം ഞാൻ വിളമ്പണ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ നിറച്ചും പൊരിച്ച ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊരിച്ച ഉള്ളി ഇട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി കുറച്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ ഞാൻ റൗണ്ടിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. കഴിക്കുന്ന സമയത്ത് അത് പിഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ശേഷം ഇതാ നെയ്യ് ഞാൻ ചൂടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. നെയ്യ് ഇതാ അതിൻ്റെ മേലെ വെച്ച് കൊടുത്താണ്. ഇപ്പോൾ അതെല്ലാം വിളമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. അസ്ലഖാൻ്റെ ഓഫീസിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഇത് ഓഫീസിലുള്ളവരും വടകരക്കാരും എല്ലാവരും ഉണ്ടിന്ന്. അപ്പോൾ ഒന്നിച്ച് ഒറ്റ പരിപാടിയാക്കിയിട്ട് ഞാൻ വിളിച്ചതാണ്. അപ്പം കഞ്ഞിയും ഹലീമും എല്ലാം ഒന്നിച്ച് തന്നെയാണ് വെച്ചത്, ചോറും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ നോമ്പ് തുറൻ്റെ വിശേഷം എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്